السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، أحمده سبحانه. هو الله الخالق البارئ المصور، له الأسماء الحسنى، يسبح له ما في السماوات والأرض، وهو العزيز الحكيم. وأشهد أن لا إله إلا الله وحده لا شريك له، له الملك وله الحمد، وهو على كل شيء قدير. وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله، وصفيه من خلقه وخليله. اللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ക്ലാസ് റൂമിലൂടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരായ സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ മതിയായ പ്രതിഫലം ലഭിക്കുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആരൊക്കെയാണോ നമ്മളെ ക്ലാസ് റൂമിലൂടെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും പടച്ച റബ്ബ് സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും മറ്റു ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും അല്ലാഹു റഹ്മത്തും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരിലും അവരുടെ കുടുംബങ്ങളിലുമുള്ള എല്ലാ രോഗികളുടെയും എല്ലാവിധ രോഗങ്ങളും പൂർണ്ണമായും ശിഫ നൽകി പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹദീസ് പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാ മാന്യ ശ്രോതാക്കളെയും സന്തോഷത്തോടെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മസ്നവി ഉസ്താദിന്റെ അൽഹംദുലില്ലാഹ് സാന്ദർഭികമായ ഉണർത്തലുകൾ കേൾക്കുകയായിരുന്നു നാം. ഇതുപോലെ നമ്മുടെ ക്ലാസ് റൂമിന് നമുക്ക് അപ്പപ്പോൾ വേണ്ട ഓരോ കാര്യവും നിർദ്ദേശിച്ചു തരുന്ന, ഉപദേശിക്കുന്ന, നമ്മളോട് സ്നേഹത്തോടെ അപേക്ഷിക്കുന്ന നമ്മുടെ ഒരുപാട് നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, അവരുടെയൊക്കെ ഇടപെടലുകളും അവരുടെയൊക്കെ സാന്ദർഭികമായ അപേക്ഷകളും നിർദ്ദേശങ്ങളുമൊക്കെയാണ് സത്യത്തിൽ ശ്രോതാക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് റൂമിൽ വലിയ പ്രചോദനവും പ്രോത്സാഹനവുമൊക്കെയാകുന്നത് എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. നമുക്ക് ചെയ്യാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ ഇപ്പൊ ജോലിയിലാണ് ഉണ്ടാകുക. ആ ജോലിന്റെ ഇടയിൽ വന്നിട്ടാണ് ഇങ്ങനെ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അവരുടെ ആ ജോലികളിലും കച്ചവടങ്ങളിലൊക്കെ അല്ലാഹു റഹ്മത്തും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മളറിയാത്ത, ഒരുപക്ഷെ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ അടുത്തറിയാത്ത ഒരുപാട് ഡോക്ടറെ പോലെയുള്ള ഒരുപാട് കർമ്മോത്സുകരായ
പ്രവർത്തകന്മാർ അൽഹംദുലില്ലാഹ് നമ്മളിൽ ഓരോരുത്തരായി തന്നെ ഉണ്ട് എന്നറിയുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. പ്രത്യേകിച്ച് അവരെ പോലെയുള്ള ഡോക്ടർമാരെ പോലെയുള്ള ആളുകളൊക്കെ മസ്നവി ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ അവർ നമ്മുടെ ആശയപരമായിട്ട് യോജിക്കുന്നവരാണെങ്കിൽ പോലും ഇങ്ങനെ കർമ്മരംഗത്തേക്ക് ഇറങ്ങാനും നമ്മോടുകൂടെ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ സംവദിക്കാനും പലപ്പോഴും അവർ തയ്യാറാകലില്ല. പലരും ഉണ്ടാവും, പക്ഷെ അതൊന്നും തയ്യാറാകാതെ അവരുടെ ഒരു ലോകമായിട്ട് ഇങ്ങനെ കൂടലാണ്. എന്നാൽ അവരൊക്കെ നമ്മന്റെ ആൾക്കാർ തന്നെ ആവും ചെയ്യും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടൊക്കെ സ്വീകരിച്ച് വളരെ സജീവമായി തന്നെ നമ്മുടെ പ്രവർത്തകന്മാരോട് ആശയ സംവാദം നടത്തുകയും ചർച്ചകളിലൊക്കെ സജീവമായി പങ്കാളിത്തം വഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോഴേ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ് നമുക്ക് ആ വിഷയത്തിലൊക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഡോക്ടറെ പോലെയുള്ള ആളുകളുടെ അവരുടെ പഠനവും അവരുടെ മറ്റു കാര്യങ്ങളിലൊക്കെ അല്ലാഹു അഭിവൃദ്ധി പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ, റഹ്മത്തും ബർക്കത്തും ചെയ്യട്ടെ. അവരുടെ സേവനം, എല്ലാ നിലക്കുള്ള സേവനവും, ഡോക്ടറായിക്കൊണ്ട് ആ നിലക്കുള്ള സേവനവും അല്ലാതെ നമ്മുടെ ഈ ആശയ പ്രചരണ രംഗത്തുള്ള സേവനവും ഇനിയും ഒരുപാട് കാലം ആസ്വദിക്കാനും അനുഭവിക്കാനും നമ്മെപ്പോലെയുള്ളവർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1-2 ഹദീസ് മാത്രം നമുക്ക് ഇന്ന് ചർച്ചക്കെടുക്കാം. ഒരു ഹദീസ് وعن أبي هريرة رضي الله عنه أن رجلا قال للنبي صلى الله عليه وسلم أوصني قال لا تغلب فردد مرارا قال لا تغلب. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മളെ ദുൽദിൽ എന്ന് വന്നിട്ടില്ലേ, സൈറ്റ് കിട്ടിട്ടില്ലേ? ആയിവ അങ്ങനെ ആവുമ്പോ എനിക്കും കുറച്ച് സൗകര്യമാണ്. കിതാബിൽ നോക്കാതെ തന്നെ അയിമക്ക് നോക്കാലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന വളരെ പ്രശസ്തമായ, നമുക്കൊക്കെ പലപ്പോഴും നാം കേട്ടിട്ടുള്ള, നാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യൻ, ഒരു സ്വഹാബിയായ ആള് വന്നിട്ട് ചോദിക്കുന്നതാണ്, നബിയെ ഔസുനി, എന്നോട് എന്തെങ്കിലും കാര്യം അങ്ങ് വസിയ്യത്ത് ചെയ്യണം. എനിക്ക് ജീവിതത്തിൽ നിലനിർത്തി പോരാൻ ഉതകുന്ന, പറ്റുന്ന, എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം എന്നോട് അങ്ങ് ഉപദേശിക്കണം, എന്നോട് വസിയ്യത്ത് ചെയ്യണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, ലാ തഗ്ലബ്, എനിക്ക് നിന്നോട് പറയാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്, ഉപദേശിക്കാനുള്ളത്, നീ ദേഷ്യപ്പെടരുത് എന്നാണ്. അദ്ദേഹത്തിന് അത് അത്ര തൃപ്തികരായില്ല. ഫറദ്ദദ മിറാറൻ, ഒരുപാട് തവണ അദ്ദേഹം ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് ചോദിച്ചുകൊണ്ടിരുന്നു, ഔസിനി ഔസിനി എന്നിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ലാ തഗ്ലബ്, നീ കോപിക്കരുത്, നീ ദേഷ്യപ്പെടരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ഹദീസ് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ വയലു പറയുമ്പോഴും പ്രബന്ധങ്ങളിലൊക്കെയും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചില അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമുണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സത്യത്തിൽ അക്കാലത്തുള്ളവരെ മാത്രമല്ല, പിൽക്കാലത്ത് വരുന്ന ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സമൂഹത്തെയും 2 ലോകത്തുള്ള വിജയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിയെ പ്രവാചകരാക്കുന്നതിന്റെ, നബിയുടെ ഉപദേശ നിർദ്ദേശങ്ങളുടെ രത്നച്ചുരുക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പരലോകത്തുള്ള രക്ഷ, അല്ലെങ്കിൽ അവിടെയുള്ള ശാന്തമായ ജീവിതം, സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം, സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കുക,
മരണാനന്തരമുള്ള ജീവിതം അത് മാത്രമല്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം. മറിച്ച് ഈ ലോകത്തും മനുഷ്യന്മാർ രക്ഷപ്പെടണം, പരലോകത്തും മനുഷ്യന്മാർ രക്ഷപ്പെടണം, രണ്ട് ലോകത്തും രക്ഷപ്പെടണം. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തിന്റെ ലക്ഷ്യം എന്ന് ഒരുപാട് സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് വന്യരായ സ്വഹാബ കിറാമ് പല നിലക്കുള്ള രോഗത്തിന് ശമനം തേടുമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവർക്ക് പിടിപെട്ടിരിക്കുന്ന രോഗം ഏതാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ നമ്മുടെ പിന്നെ ഇസ്തിഖാമ ഉസ്താദൊക്കെ പറഞ്ഞില്ലേ, പിന്നെ അവരെ ഏത് സൈക്കോളജിക്കലായിട്ട് ചികിത്സിക്കുക എന്ന് പറഞ്ഞില്ലേ എന്നതുപോലെ അവരുടെ വളരെ വ്യക്തമായും അവരുടെ മാനസികമായ പശ്ചാത്തലം മനസ്സിലാക്കി, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഉള്ള ഒരു ചികിത്സാ രീതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് നിർദ്ദേശിച്ചിരുന്നത് എന്ന് നമുക്ക് ഒരുപാട് സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പലപ്പോഴും അങ്ങനെ വസിയ്യത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എന്നോട് മാത്രമായിട്ട് ഈ പറയപ്പെടുന്നതൊക്കെ അവരോട് ആ വ്യക്തികളോട് മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉപദേശിക്കണം എന്നാണ് ആ ഉസ്നി എന്ന് പറഞ്ഞു വരുന്ന വന്യരായ സ്വഹാബ കിറാമിന്റെ ഉദ്ദേശം. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൊത്തത്തിൽ എല്ലാവരും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇവരൊഴിവല്ല. പക്ഷെ എന്നാൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ മനസ്സിലാക്കി, എന്റെ ഉള്ളും പുറവും മനസ്സിലാക്കി, എന്റെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി, എന്നോട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ, എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടോ എന്ന ചിന്തയോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുന്ന ഒരുപാട് സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ വേണം ഈ ഔസ്വാനി എന്ന് പറയുന്ന ഒരു ഇത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ പല സ്വഹാബികൾ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ സമീപിക്കാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ചുരുക്കത്തിൽ അതാണ് അദ്ദേഹത്തോട് മാത്രമായിട്ട് അദ്ദേഹത്തിന് മാത്രം കൊണ്ടു നടക്കാൻ പറ്റുന്ന, ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാനായ സ്വഹാബി ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. ഒരുപാട് ദിക്ർ ചെല്ലാനോ, ഒരുപാട് ഖുർആൻ ഓതാനോ, അല്ലെങ്കിൽ രാത്രിയിൽ ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ മഗ്‌രിബിന്റെ ശേഷം ഇന്നത്, ദുബൈന്റെ ശേഷം ഇങ്ങനെ എന്നേ പോലുള്ള ഇബാദത്തുകൾ, അതാണ് സാധാരണഗതി ആത്മീയ ഗുരുക്കളെ സമീപിക്കുമ്പോൾ അവർ നമുക്കൊക്കെ നൽകാറുള്ള ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ. അങ്ങനെ എപ്പോഴും ഇപ്പോ ഇതിൽ നിന്ന് വേറൊരു കാര്യം പഠിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലത്ത് ഇങ്ങനെ സംഭവിച്ചിരുന്നു. നബിയെ അവർ ആത്മീയ ഗുരുവായിട്ട് കൂടി കണ്ടിരുന്നു. അത് അവരുടെ ആത്മാവിനെ നന്നാവാൻ, ആത്മാവ് പരിപോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ ഇപ്പോഴും മുസ്ലിം സമൂഹം അന്നലക്കുള്ള ഗുരുവര്യന്മാരെ കണ്ടെത്തുമ്പോൾ, ആത്മീയ ഗുരുക്കളെ കണ്ടെത്തുമ്പോൾ അവരുടെ അടുത്ത് പോവുകയും അവരിൽ നിന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അവരോട് വല്ല വിർദുകളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യുന്ന ചുറ്റുപാട് ഇപ്പോഴും ഉണ്ടല്ലോ. അത്തരം ആളുകളുടെ അടുത്തുനിന്ന് വാങ്ങിയാൽ അത് വളരെ ഫിറ്റായിരിക്കും, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അതുകൊണ്ടുണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ ആളുകൾ അതനുസരിച്ച് മാത്രമേ അവർക്ക് ഈ മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ ഇന്നും കഴിയും. അത് നമ്മൾ അതോടുകൂടി അസ്തമിച്ചു എന്നൊന്നും നമുക്ക് പറഞ്ഞുകൂടാ. ഇപ്പോഴും അത്തരം ഗുരുക്കൾക്ക്, അത്തരം ആത്മീയ നേതാക്കന്മാർക്ക് ആളുകളുടെ മനസ്സ് വായിച്ചെടുക്കാനും അവർക്ക് നന്നാകാൻ ഉതകുന്ന ചികിത്സാ രീതികൾ അവർക്ക് പറഞ്ഞുകൊടുക്കാനും ഇന്നും കഴിയും എന്ന് തന്നെയാണ് ഈ ഹദീസൊക്കെ നമുക്ക് നൽകുന്ന സൂചനകൾ. ഏതായാലും ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദ്ദേഹത്തോട് പറയുന്നു, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത്. അപ്പൊ വന്യനായ ആ സ്വഹാബി അത് ചെറുതായിട്ട്, അത് വേണ്ടത്ര അദ്ദേഹത്തിന് അങ്ങോട്ട് എന്താ പറയാ, നമ്മൾ ഇഷ്ടപ്പെടാത്തതുപോലെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് രണ്ടാമതും ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചെന്തെങ്കിലുമൊക്കെ കൂടുതൽ, ഇതിപ്പോ പിന്നെ അത്ര വലിയ ചെയ്യാനുള്ള കാര്യമൊന്നുമല്ലല്ലോ, അത് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം
ഇല്ലാതെയാക്കലാണ്, കൂടുതൽ ചെയ്യാനുള്ളതല്ലല്ലോ. അപ്പൊ അദ്ദേഹം ചെയ്യാനുള്ള ഒരു കാര്യം നിർദ്ദേശിക്കണം എന്ന അർത്ഥത്തിൽ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഔസിനി എന്ന് പറയുകയാണ്, എന്നോട് ഉപദേശിക്കണം അവിടുന്ന് എന്ന് പറയുമ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ദേഷ്യം പിടിക്കരുത് എന്ന് തന്നെയാണ് ഉപദേശിക്കുന്നത്. എന്താ ഈ പറഞ്ഞതിന്റെ താല്പര്യം? ഒന്നാമത്, ദേഷ്യം എന്നുള്ളത് മനുഷ്യന്റെ സമതല തെറ്റിക്കുന്ന, അവന്റെ സ്വബോധം നഷ്ടപ്പെടുത്തുന്ന, അവൻ വലിയ അപകടങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകുന്ന ഒരു പ്രതിഭാസമാണ് ദേഷ്യം എന്നുള്ളത്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ചികിത്സ തേടി വന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുൻകോപിയായിരിക്കാം, അല്ലെങ്കിൽ അനാവശ്യമായി വല്ലാതെ ദേഷ്യം പിടിക്കുന്ന ആളായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പൂർണ്ണമായും പഠിച്ചു. അദ്ദേഹത്തിന് ആ ദേഷ്യം പിടിക്കുക എന്നുള്ള ആ കോപ സംബന്ധമായ കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ, ദേഷ്യം പിടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് ഒഴിവായാൽ തന്നെ അദ്ദേഹം ഒരുപാട് നന്നാകും, അദ്ദേഹത്തിന്റെ ദുശ്ശീലങ്ങളൊക്കെ മാറും, അദ്ദേഹത്തിന്റെ ഹൃദയം പരമപരിശുദ്ധമാകും. അങ്ങനെയാകുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് നല്ലത് മാത്രം വിളയുന്ന ഒരു ചുറ്റുപാടുണ്ടാകും. അപ്പൊ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ദേഷ്യം പിടിക്കുക എന്നുള്ള ആ സംഭവം മാറ്റന്നെയാണ് എന്ന് മഹാന്മാരായ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വല്ലാതെ ദേഷ്യം പിടിക്കുന്ന ആളായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ വല്ലാതെ ദേഷ്യം പിടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ ദേഷ്യം പിടിക്കുക എന്നുള്ളതിൽ നിന്ന് മാറ്റി നിർത്തുക, അത് വല്ലാത്തൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അത് ദേഷ്യം പിടിക്കുന്നവർക്കറിയാം. പലപ്പോൾ നമ്മള് വല്ല മനഃശാസ്ത്ര ഡോക്ടർമാരോടൊക്കെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാലോ. അയാളുടെ ആകെയുള്ള പ്രശ്നം ചെറിയ കാര്യത്തിന് വേണ്ടി വരെ വല്ലാതെ ദേഷ്യം പിടിക്കുകയാണെന്നാ. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, വലിയ വലിയ സ്ഥാപന മേധാവികളായിരിക്കാം, അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല. ചെറിയ ആളുകളോട് വരെ, അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് വരെ വല്ലാതെ ദേഷ്യം പിടിക്കുകയാണ്. ചെറിയ ഒരു തെറ്റ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുമ്പോഴേക്കിന് വല്ലാതെ ദേഷ്യം പിടിക്കുന്നു. ദേഷ്യം പിടിച്ച് എന്തൊക്കെയോ പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നു. അവസാനം ആ കാര്യത്തിന് വേണ്ടി തന്നെ അവർ ഒരുപാട് ഖേദിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണല്ലോ ഈ ദേഷ്യം നമുക്കൊക്കെ വരാറുണ്ട്, ആവശ്യമാണ്. അത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു അഭിവാദ്യ ഘടകമാണത്. ദേഷ്യം എന്നുള്ളത് എല്ലാവരുടെയും ആ രക്തത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ട ഒരു സംഭവമാണ്. ഏതുപോലെ സ്നേഹം പോലെ തന്നെ സ്നേഹം എന്നുള്ളത് മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുമ്പോൾ തന്നെ ഒട്ടുകൊടുത്ത ഒരു വല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. എന്നതുപോലെ ദേഷ്യം എന്നുള്ളത് ഓരോ മനുഷ്യന്മാർക്ക് ഉണ്ടാകും. പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതും സന്ദർഭത്തിനനുസരിച്ച് ഉയരാൻ കഴിയുക എന്നുള്ളതും അതെല്ലാവർക്കും നടന്നോളണമെന്നില്ല. ചില ആളുകൾ ചെറിയ ചെറിയ പ്രശ്നത്തിന് വേണ്ടി വല്ലാതെ ദേഷ്യപ്പെടും. അതാരോടാണെന്നില്ല. അത് ഏറ്റവും കൂടുതൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും പോലെ തന്റെ കീഴിലുള്ള ആളുകളോടാണ് പ്രതികരിക്കണ പേടിയൊന്നും ഉണ്ടാവില്ലോ. മക്കളോട് ഒരുപാടാണ് ദേഷ്യപ്പെട്ടാൽ മക്കൾ അങ്ങനെ പ്രതികരിക്കുമല്ലോ. അല്ലെങ്കിൽ വീട്ടിലുള്ള പമ്പർന്നോളോട് ഒരുപാടാണ് ദേഷ്യപ്പെട്ടു എന്ന് വിചാരിച്ചാൽ അവര് വല്ല ശക്തമായിട്ട് ഇങ്ങോട്ട് പ്രതികരിച്ചോളണം എന്നൊന്നുമില്ല. അതുപോലത്തെ ആളുകളോടായിരിക്കും ദേഷ്യപ്പെടൽ കൂടുതലുണ്ടാകുക. പക്ഷേ ആ പ്രവണത വളർന്ന് വലുതായി വന്ന് സഹപ്രവർത്തകരോട് അങ്ങനെയായിരിക്കും, തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് അങ്ങനെയായിരിക്കും, മേലുദ്യോഗസ്ഥന്മാരോട് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അതങ്ങനെ കൂടിക്കൂടി വരികയാണ് ചെയ്യുക. പെട്ടെന്ന് അവന് ദേഷ്യം പിടിച്ച് പെട്ടെന്ന് ദേഷ്യം പിടിക്കുമ്പോൾ വല്ലാത്ത ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും. നാവ് കൊണ്ട് അങ്ങോട്ട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദേഷ്യം പിടിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ പിന്നീട് അത് പിൻവലിച്ചാൽ പോലും അതിന്റെ പാടുകൾ അവിടെ അവശേഷിക്കുന്നതാണ്. ഒരു കഥയിൽ നമുക്ക് വായിക്കാൻ കഴിയില്ല, രാജാവ് അമ്മ ഒരു മകനോട് പറഞ്ഞു കൊടുക്കുന്നതുണ്ട്, മകനെ നീ നമ്മളെ ഒരു ദേഷ്യം പിടിക്കുമ്പോൾ ഒരു ചുമരിൽ ഒരു ആണി അടിക്കും പോലെയാണ്. ദേഷ്യം പിടിച്ചിട്ട് നീ എന്തെങ്കിലുമൊക്കെ പറയാണെച്ചാല് ആ ഒരു ചുമരിൽ ആണി അടിക്കും പോലെ. ആ ചുമരിൽ ആണി അടിച്ചു, അത് ആ ആണി നീ വലിച്ചെടുത്താൽ പോലും ആ ആണി അടിച്ച പാട് ആ ചുമരിൽ അവിടെ അവശേഷിക്കും. അതൊരിക്കലും പോകാൻ കഴിയില്ല. അപ്പൊ അതിങ്ങനെ വല്ല പ്രയാസമായിട്ട് അവിടെ ഉണ്ടാവും. എന്നതുപോലെ നീ ഒരു വാക്ക് പറഞ്ഞു, ദേഷ്യം പിടിച്ച വല്ലാത്ത ക്ഷുഭിതനായിട്ട് നീ സംസാരിച്ചു, നീ ശകാരിച്ചു, അത് നീ പിൻവലിച്ചു. കുറച്ച് ദേഷ്യമൊക്കെ അടങ്ങിയപ്പോ പോയി പറഞ്ഞു, ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം പിടിച്ചപ്പോൾ പറഞ്ഞു പോയതാണ്, മാപ്പാക്കണേ എന്നൊക്കെ പറഞ്ഞാൽ പോലും അവൻ
അവൻ മാപ്പാക്കിയാൽ പോലും അവന്റെ ഹൃദയത്തിൽ ഒരു നീറ്റൽ, നീ വരുത്തിയ ആ വാക്കുകൊണ്ടുണ്ടായ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ ഒരു നീറ്റൽ, ഒരു വേദന എക്കാലത്തും അവിടെ ഒരു ചെറിയ പോളയായിട്ടെങ്കിലും, ഒരു ചെറിയ കണികയായിട്ടെങ്കിലും അവന്റെ ഹൃദയത്തിൽ അവശേഷിക്കും. അതൊരിക്കലും പാടേ ഇല്ലാതെയാക്കി കളയാൻ നിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിയില്ല എന്നൊക്കെ ഒരുപാട് സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്നതുപോലെയാണ്. അപ്പൊ ആ ദേഷ്യം എന്നുണ്ടാകുമ്പോൾ വല്ലാത്ത രീതിയിലാണ് മനുഷ്യന്മാരൊക്കെ പ്രതികരിക്കുക. എന്നാൽ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിലാകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും കാര്യത്തിലാകുമ്പോൾ ദേഷ്യം പിടിക്കും, അതിനനുസരിച്ച് പ്രതികരിക്കും. അപ്പോൾ പോലും ആ രീതിയിൽ നാം പ്രതികരിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും സദസ്സിന്റെ ബഹുമാനം കളങ്കപ്പെടുത്തുന്ന വ്യക്തിയുടെ അവന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലൊന്നും പ്രതികരിച്ചുകൂടാ എന്ന് വിശുദ്ധ ഇസ്ലാമിന് നിർബന്ധമുണ്ടല്ലോ. പ്രവാചകാധ്യാപനങ്ങൾ അത് വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ മനുഷ്യനോട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീണ്ടും വീണ്ടും ഇത് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ദേഷ്യം എന്ന് പറയുന്ന ആ സംഭവം അങ്ങോട്ട് ഇല്ലാതെയാക്കിയാൽ അദ്ദേഹത്തിന് വളർന്ന് വലുതാകാനും അദ്ദേഹത്തിന്റെ മനസ്സ് വിശാലമാകുവാനും ഒരുപാട് നന്മകൾ വിരിയാനും അത് ഇടയാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വന്യനായ സ്വഹാബിയോട് ആ നിലക്കുള്ള ഒരു ചികിത്സയാണ് നിർദ്ദേശിക്കുന്നത്. അതോടുകൂടെ തന്നെ ആ സ്വഹാബിയെ ഉണർത്തുന്ന ഒരു കാര്യം, ഇങ്ങനെ ഞാൻ ദേഷ്യം പിടിക്കുന്നത് ഇത്രമാത്രം ഗൗരവമുള്ള കാര്യമാണെങ്കിൽ, അതാണല്ലോ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് തിന്മകളുണ്ടാവാം, ആ തിന്മകളുടെ കൂട്ടത്തിൽ നിന്ന് ദേഷ്യം പിടിക്കുക എന്നുള്ളത് മാറ്റി നിർത്തണം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന മറ്റു അപരാധങ്ങളെക്കാൾ, അപരാധം എന്ന് ഞാൻ പറയുന്നത് പിന്നെ ആ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മനസ്സ് നന്നാവാൻ വേണ്ടി വന്നാണല്ലോ. അപ്പൊ അദ്ദേഹം അങ്ങനെയാണല്ലോ ചിന്തിക്കുക, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട് എന്നാണല്ലോ ചിന്തിക്കുക. ആ രീതിയിലാണ് പറയുന്നത്. അപ്പൊ ആ അപരാധങ്ങളെക്കാളൊക്കെയും ഗൗരവമേറിയത് ദേഷ്യം പിടിക്കുക എന്നുള്ളതിനാണ്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദേഷ്യം പിടിക്കൽ, അല്ലാഹു ഞാൻ തിന്മകൾ ചെയ്യുമ്പോൾ, ഇതല്ലാത്ത മറ്റു അപരാധങ്ങൾ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ദേഷ്യം എത്രമാത്രം കാഠിന്യമായിരിക്കും, എത്രമാത്രം കടുത്തതായിരിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞതിലൂടെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഭാവ സംസ്കരണത്തിന്റെ, നല്ല സ്വഭാവികളായി തീരുന്നതിന്റെ ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് ദേഷ്യം അടക്കി നിർത്തുക എന്ന്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് ഇടങ്ങളിൽ ഖാദിമീനൽ ഗൈള്, ദേഷ്യം അടക്കി നിർത്തുന്നവർ എന്ന് പറഞ്ഞ സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ, സ്വർഗീയ പ്രവേശനം ലഭിക്കുന്ന, അതിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന ആളുകളുടെയൊക്കെ വിശേഷണങ്ങൾ പറയുന്ന അവിടെ അങ്ങനെ പറയുന്നത് നമുക്ക് കാണാമല്ലോ. ഏതായാലും ശരി, അപ്പൊ ദേഷ്യം അടക്കി നിർത്തുക എന്നുള്ളത് മഹത്തായ ഒരു സൽസ്വഭാവം സിദ്ധിക്കാനുള്ള, ആകാനുള്ള ഒരു സന്ദേശമാണ് എന്ന് ഈ ഹദീസിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയോട് പറഞ്ഞതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതോടുകൂടെ അത് മാത്രമാണ് എന്നല്ല നമ്മൾ പറഞ്ഞല്ലോ, ആ സഹാബിയുടെ ജീവിത പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ചികിത്സിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബീബും രണ്ട് വീട്ടിലെയും ഡോക്ടറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആത്മീയമായി അവരെ ചികിത്സിച്ചു സ്വർഗത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുപോകാനും, അതുപോലെ തന്നെ ഭൗതികമായി അവരുടെ വിജയത്തിന് എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യമായിട്ടുള്ളത് അതൊക്കെയും അവരെ പറഞ്ഞു കൊടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയായിരുന്നു അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് എന്നും ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ഹദീസ് കൂടി നമുക്ക് വായിക്കാം എന്ന് തോന്നുന്നുണ്ട്, അല്പസമയം കൂടിയുണ്ട്. മഹാനായ അബീ യഅ്ല ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ
فإذا قتلتم فأحسنوا القتل وإذا ذبحتم فأحسنوا الذبح وَلْيُحِدَّ أَحَدُكُمْ صَفْرَتَهُ وَلْيُرِحْ ذَبِيحَتَهُ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോഴേക്കും അവിടെ വന്നത് മഹാനായ അബൂ യഅല, അതായത് ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതും പലപ്പോഴും നാം ചർച്ച ചെയ്യാറുള്ളതാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ വളരെ മനോഹരമായി നാം ചില്ലിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ഹദീസുകളുമാണ്. ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്താൻ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുവെങ്കിൽ ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടുള്ള സ്നേഹവും ബഹുമാനവും അവരെ സംരക്ഷിക്കേണ്ടതിന്റെ അവരെ പരിലാളിക്കേണ്ടതിന്റെ പിന്നെ ഉത്തരവാദിത്വം സമൂഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് മറ്റെവിടെയും കാണാൻ കഴിയില്ല. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിലും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, പോയോ എല്ലാവരും? ദുൽദുൽ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ മതി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളിലും ഇഹ്സാൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇഹ്സാൻ ചെയ്യണം, എല്ലാ വസ്തുക്കളിലേക്കും നന്മ ചെയ്യണം. എല്ലാ വസ്തുക്കളിലും, അത് എന്ത് എന്നില്ല, വസ്തുക്കളായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് എന്തൊക്കെയാണോ, എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത്, നാം ചിന്തിക്കുന്നത്, നാം പറയുന്നത്, നാം പ്രവർത്തിക്കുന്നത്, ഇതരരോടുള്ളത്, നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആളുകളോടുള്ളതാണെങ്കിലും ശരി, നമ്മോട് തന്നെയുള്ളതാണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും നന്മയുണ്ടാവണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും നന്മയാണ് ഉണ്ടാവേണ്ടത്. അവിടെ നാം നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും മറ്റുള്ളവനുമായി സംസാരിക്കുന്നിടത്തും അവനുമായി കച്ചവട ഇടപാടുകൾ നടക്കുന്നിടത്തും വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നിടത്തും എല്ലാ രംഗത്തും നന്മകൾ കളിയാടണം, നന്മകൾ വിളയണം എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നന്മ ഉണ്ടാവണം എന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. എന്നിട്ട് അതൊന്നുകൂടി വിശദീകരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ തന്നെ എല്ലായിടത്തേക്കും അത് ചെന്നു, എല്ലായിടത്തേക്കും ചെന്നു. മനുഷ്യന്റെ സകലമാന പ്രവർത്തനങ്ങളിലും അവൻ നന്മ കാണണം, എല്ലായിടത്തും നന്മയുണ്ടാവണം. അത് പിന്നെ അതുകൊണ്ട് പറയാണ് ഒന്നുകൂടി വ്യക്തമായിട്ട്, അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാർക്ക് ശിക്ഷ നടപ്പാക്കുന്ന രംഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ശിക്ഷ നടപ്പാക്കുന്നതിൽ ഇപ്പൊ എങ്ങനെയാണ് നന്മയുണ്ടാവുക? അല്ലെങ്കിൽ മറ്റുള്ളവരെ പിന്നെ ആ രീതിയിലൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അത് നഷ്ടമായിട്ട് തോന്നുക. നമുക്ക് ലാഭാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് നഷ്ടമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളുണ്ടല്ലോ. അത് അതിൽപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ ഒരാളെ കൊല്ലുകയാണെങ്കിൽ ആ കൊല്ലുന്നതിൽ പോലും നിങ്ങൾ നന്മ കാണിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അല്ലാഹു ആ നിലക്കാണ് ഇഹ്സാൻ നിർബന്ധമാക്കിയിട്ടുള്ളത്. എന്താ കൊല്ലുന്നതിൽ നന്മ? ഒരാളെ കൊല്ലേണ്ടി വരുന്ന രംഗങ്ങൾ ഉണ്ടാവും. ഇസ്ലാമിക ഗവൺമെന്റ് ഒക്കെ ആകുമ്പോൾ ഇസ്ലാമിക ഭരണ സംവിധാനങ്ങൾ നടപ്പിലുള്ള കാര്യത്തിൽ പല രംഗത്തും തിരിച്ചു കൊല്ലേണ്ട, ഹദ്ദായിട്ട് കൊല്ലേണ്ടതുണ്ട്, ഖിസാസായിട്ട് കൊല്ലേണ്ടതുണ്ട്, ഒരു ശിക്ഷയായിട്ട് ചിലപ്പോൾ കൊല്ലേണ്ടി വരും, അവനെ ശിക്ഷിക്കേണ്ടി വരും. മദ്യപിച്ചാൽ അതിനുള്ള ശിക്ഷ ഇസ്ലാം നിശ്ചയിക്കുന്നുണ്ട്. വേറൊരാളെ കൊന്നാൽ അതിന് പകരമായി കൊല്ലേണ്ടതുണ്ട്. അതുപോലെ പല രംഗത്തും പിന്നെ ഇസ്ലാമിൽ ചില ശിക്ഷാ സംവിധാനങ്ങളുണ്ടല്ലോ. അത് പിന്നെ ചിലരൊക്കെ അതിനെ വിമർശിക്കാറുണ്ടെങ്കിലും, പക്ഷേ ഈ വളർന്നു വരുന്ന ആധുനിക ലോകത്ത് കുറ്റകൃത്യങ്ങളൊക്കെ വളരെ കൂടുതൽ വ്യാപകമാകുന്ന, അതിവേഗം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടിൽ ചിലരെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇസ്ലാം നിർബന്ധമാക്കിയ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ച അത്തരം ശിക്ഷാ സംവിധാനങ്ങൾ ഈ ലോകത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ ഇവിടെ പിടിച്ചുപറികൾ ഉണ്ടാകുകയില്ല, പീഡനത്തിന്റെ കഥകൾ കേൾക്കേണ്ടി വരികയില്ല എന്നൊക്കെ ചിലരെങ്കിലും പറയാൻ തുടങ്ങുന്നത് നമുക്കൊക്കെ സന്തോഷത്തിന് വക നൽകുന്ന കാര്യമാണ്.
ഇപ്പോ നിരന്തരം ഓരോ ദിവസവും നമ്മൾ ന്യൂസ് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ പീഡനങ്ങളുടെ, ചെറിയ കുട്ടിയെ പീഡിപ്പിച്ച, യുവതികളെ പീഡിപ്പിച്ച ഒരു യുവതിയെ ഒരുപാട് ആളുകൾ കൂടി ഇപ്പോഴും അതല്ലേ ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുള്ളത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിയെ പീഡിപ്പിച്ച ആളുകളെ എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോ കുറെയൊക്കെ ചർച്ചകൾ നടക്കേണ്ടായി. എന്താണ് അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ കൂടുതൽ ആളുകൾ അതിനെ വളരെ നിലക്ക് വളരെ എന്താ പറയാ, വികാരത്തോടുകൂടെ തന്നെ അതിന് പ്രതികരിക്കുകയുണ്ടായി. അങ്ങനെ പ്രതികരിച്ച പലരും അവരെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞവരുണ്ടായി. അവനെ പീഡനത്തിന് ഉപയോഗപ്പെടുത്തിയ അവന്റെ ആ യന്ത്രം തന്നെ മുറിച്ചു കളയണമെന്ന് പറഞ്ഞവരുണ്ടായി. പല രംഗത്തും അതിന് കമന്റുകൾ, അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകളുണ്ടായി. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കും. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ബലാത്സംഗത്തിന്, ഒരു സിനക്ക്, വ്യഭിചാരത്തിന് ഇസ്ലാം നേരത്തെ നിശ്ചയിച്ച ഒരു ശിക്ഷാ സംവിധാനമുണ്ടായിരുന്നു. ആ ശിക്ഷാ സംവിധാനം നടപ്പാക്കുകയാണെങ്കിൽ, അത് നടക്കും എന്നുറപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾ ആ പാകത്തേക്ക് പോലും പോകൂലല്ലോ. അത് ബോധ്യപ്പെട്ടാൽ, ഇങ്ങനെ വ്യഭിചരിച്ചിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്, ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ, ആ പ്രതിയെ കൈയോട് പിടികൂടിയാൽ, ആ പിടികൂടുന്നതിനൊക്കെ ഒരുപാട് നിബന്ധനകൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം അതിൽ ലോകത്ത് അങ്ങനെ എങ്ങനെ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ പരമാവധി അങ്ങനെ പറ്റരുത് എന്ന് തന്നെയാണ്, പരമാവധി ശിക്ഷകൾ ഒഴിവാവണം എന്നൊക്കെ തന്നെയാണ്. ഒരുപാട് ആളുകളെ ആ നിലക്ക് ശിക്ഷിക്കുക എന്നൊന്നല്ല ഇസ്ലാം ആ പറഞ്ഞുകൊണ്ടുള്ള താല്പര്യം. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അവിടെ മനസ്സിലാകും. ഒരു വ്യഭിചാരം ബോധ്യപ്പെടണമെങ്കിൽ, അത് സ്ഥിരപ്പെടണമെങ്കിൽ, കോടതി അത് സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ ജഡ്ജി അത് അംഗീകരിക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊക്കെ ഒത്തുവന്നെങ്കിൽ മാത്രമേ അത് സ്ഥിരപ്പെടുകയുള്ളൂ. അതൊക്കെ ഉണ്ട്. ഏതായാലും ശരി, ഞാൻ ആ ഭാഗത്ത് കിടക്കാൻ. അപ്പോൾ ഇസ്ലാം അവിടെ നിശ്ചയിച്ച ആ ശിക്ഷ, അതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്, അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അത് നടപ്പിലാക്കിയാൽ ഇവിടെ പീഡനത്തിന്റെ കഥ പറയാൻ പിന്നീട് ആളുണ്ടാവൂല, ഒറ്റ പീഡനവും ഇവിടെ നടക്കൂല എന്നൊക്കെ പറഞ്ഞ ബുദ്ധിജീവികളെയും അഭ്യസ്ത വിദ്യരെയും ഒക്കെ നമ്മൾ ഇടക്കാലത്ത് വെച്ച് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അങ്ങനെ ശിക്ഷാ സമ്പ്രദായങ്ങൾ, ശിക്ഷകൾ നടപ്പിലാക്കുമ്പോൾ അത് എന്തിന്റെ പേരിലാണെങ്കിലും, ഖിസാസായിട്ടാണെങ്കിലും ഹദ്ദായിട്ടാണെങ്കിലും വേണ്ടില്ല, അങ്ങനെ ശിക്ഷ ഒരാളെ കൊല്ലാണ് എങ്കിൽ പോലും അവനെ വളരെ നല്ല നിലക്ക് കൊല്ലണം. കൊല്ലല് പല നിലക്കും. അവനെ ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന് നമ്മൾ പറയാലോ. അങ്ങനെ സാധാരണഗതിയിൽ ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന് പറയും. അവന്റെ കൈ വെട്ടുക, കാല് വെട്ടുക, അങ്ങനെ ഓരോ അവയവങ്ങൾ ഇങ്ങനെ വിട്ട് എന്നിട്ട് അവൻ അപ്പോഴൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കുക, എന്നിട്ടല്ല അവസാനം അങ്ങനെ നീറി മരിക്കുക. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അതിന് ഇസ്ലാം നിശ്ചയിച്ച അത് വളരെ മനോഹരമായിട്ട് വിശുദ്ധ ഇസ്ലാമിൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അവനെ കൊല്ലേണ്ടത്, കൊല്ലല് നിർബന്ധമാകുന്ന സാഹചര്യത്തിൽ തന്നെ എങ്ങനെ കൊല്ലണം എന്ന്, ആ ശിക്ഷയുടെ ആ കുറ്റത്തിന്റെ തോതനുസരിച്ച് ചെയ്യണം എന്ന് വിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അറുക്കുകയാണെങ്കിൽ, ഒരു വസ്തുവിനെ അറുക്കാൻ, പല വസ്തുവിനെയും ഇസ്ലാം നമുക്ക് അനുവദനീയമാക്കിയിട്ടുണ്ട്. പല ജീവികളെയും നമുക്ക് ആഹരിക്കാവുന്നതാണ്, പല പക്ഷികളെയും നമുക്ക് ആഹരിക്കാവുന്നതാണ്. അപ്പൊ അത് പക്ഷികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ജീവികളെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടം തന്നെയല്ലേ. പക്ഷേ അവയെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യവും മനുഷ്യന് വേണ്ടിയാണ്. അള്ളാഹു ഈ ലോകത്ത് മനുഷ്യരല്ലാത്ത മറ്റുള്ളതിനെയെല്ലാം മനുഷ്യന്റെ സുഖത്തിനും സന്തോഷത്തിനും അവന്റെ ജീവിത നിലവാരം ഉയർത്താനും വേണ്ടി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ജീവികളോട് നമ്മൾ കരുണ കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെയും അതൊക്കെ അന്തിമമായിട്ട് അവയുടെയൊക്കെ ഉപകാരം ചെന്നെത്തുന്നത് മനുഷ്യനിലേക്ക് തന്നെയാണ്. ഏതായാലും ശരി, അങ്ങനെ അറുക്കുകയാണെങ്കിൽ പോലും ആ ജീവിയോട് നിങ്ങൾ വളരെ നല്ല നിലക്ക് അവിടെയും നിങ്ങൾ നന്മ കാണിക്കേണ്ടതുണ്ട്. അതിനെ അറുക്കേണ്ട രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ അതിന് റസൂൽ തുടർന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വൽ യുഹിദ്ദ
യശുദ്ദ അഹദുക്കും സഫറത്തുഹു. അപ്പൊ അതിനെ അറുക്കുന്ന ആ ഉപകരണം, ആ കത്തിയാണെങ്കിൽ കത്തി എന്തുകൊണ്ടാണോ അതിനെ അറുക്കുന്നത്, അതിന് മൂർച്ച കൂട്ടണം. മൂർച്ചയില്ലാത്ത ആ കത്തിയുമായിട്ട് അതിന്റെ കഴുത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ ശക്തി കൊണ്ട് അത് അറുക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാവാൻ പാടില്ല. ആ കത്തിയുടെ മൂർച്ച കൊണ്ടാവണം അതിനെ അറുക്കേണ്ടത്. അങ്ങനെ അതിന് മൂർച്ചയുണ്ടാവണം. അതുപോലെ തന്നെ ആ അറുക്കുമ്പോൾ ആ ജീവിക്കൊരു റാഹത്ത്, ഒരു സന്തോഷവും ഒക്കെ ആ രീതിയിലായിരിക്കണം. വളരെ പ്രയാസപ്പെട്ട് അതിനെ കുറച്ചുകൂടെ അറുത്ത് പിന്നെ കുറച്ച് നിർത്തി കുറച്ചറുത്ത് അങ്ങനൊന്നും പാടില്ല. അത് അറുക്കുമ്പോൾ എങ്ങനെയാണ് ഖിബിലക്ക് മുന്നിട്ട് അതിനെ നിർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം. അതിന്റെ പിന്നെ തൊണ്ടയിൽ നിന്നാണ് അറുക്കേണ്ടത്, അതിന്റെ പെരടിയിൽ നിന്ന് അറുത്തുകൂടാ. പെട്ടെന്ന് ജീവൻ പോകാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, അതിന്റെ ജീവനാടിയും അന്നനാടിയും ഒക്കെ മുറിയേണ്ടതുണ്ട്. ആ രീതിയിലായിരിക്കണം അറുക്കേണ്ടത്. അപ്പൊ അറുക്കുന്ന ജീവിയോട്, അറുക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവികളൊക്കെയും പടച്ച റബ്ബ് സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. ആ ജീവിയെ അറുക്കുമ്പോൾ തന്നെ അറുക്കുമ്പോൾ ആ ജീവിയോട് നിങ്ങൾ സ്നേഹം കാണിക്കണം, ആ ജീവിയോട് നന്മ കാണിക്കണം എന്നുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിർത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. എന്താണ് ചുരുക്കത്തിൽ ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഹദീസിലൂടെ എല്ലാ കാര്യത്തിലും, അപ്പോ മറ്റുള്ളതിന് തിന്മയായി തോന്നുന്ന പ്രവർത്തനങ്ങളിൽ ആണെങ്കിൽ പോലും നമ്മൾ അവിടെ നന്മയുടെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. വിശാലമായ കാഴ്ചപ്പാടാണ് നമുക്കവിടെ ഉണ്ടാവേണ്ടത്. എങ്ങനെങ്കിലും അടിച്ചുലപ്പള ഇടക്കാലത്ത് വെച്ചൊക്കെ മൃഗങ്ങളെയൊക്കെ അറുക്കുന്ന ഷോപ്പുകളെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചയുണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും രീതിയിൽ അതിനെ തലക്കടിച്ച് വീഴ്ത്തി വളരെ ക്രൂരമായ രീതിയിൽ ആ ജീവികളെ അറുകൊല ചെയ്യുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം വളരെ കർശനമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ജീവികളാണ്, അത് നമുക്ക് തിന്നാനുള്ളതാണ്, അപ്പൊ എങ്ങനെങ്കിലും അടിച്ചാണ്ട് കൊന്നാ പോരെ എന്ന ചുറ്റുപാടൊന്നും ഇസ്ലാമിലില്ല. കൊല്ലുകയാണെങ്കിൽ ആ കൊല പോലും, അതിനറുക്കുകയാണെങ്കിൽ ആ അറുക്കുന്നത് പോലും വളരെ ശാസ്ത്രീയമായിട്ട് ഒരിക്കലും ആ ജീവിയെ കൂടുതൽ വേദനിപ്പിക്കാതെ, കൂടുതൽ വിഷമിപ്പിക്കാത്ത രീതിയിലായിരിക്കണം. അതോടുകൂടെ അത് ഭക്ഷിക്കുന്ന മനുഷ്യർക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടും വേണം, അത് ഗുണകരമായിരിക്കണം. അതവന് ദോഷമുണ്ടാവുന്ന ചുറ്റുപാടുണ്ടാകാൻ പാടില്ല. അവിടെയും നാം ചിന്തിക്കേണ്ടതുണ്ട്. അറുക്കുന്ന അത്തരം പൈശാചികമായ ക്രൂരമായ കാട്ടിക്കൂട്ടലുകളോടെയൊക്കെ അറുത്തുന്ന ജീവിയെ ഭക്ഷിക്കുക എന്നുള്ളത് മനുഷ്യനത് ഒരുപാട് നിലക്ക് ഉപദ്രവം ഉണ്ടാവും. ഇസ്ലാം എത്ര നിലക്കാണ് പിന്നെ വിശദീകരിച്ചത്. നിങ്ങൾ ജീവിയെ അറുത്ത് തിന്നണം, അല്ലാത്ത രീതിയിൽ അങ്ങനെ ജീവൻ പോയതാണെങ്കിൽ അത് തിന്നാൻ പാടില്ല. അതൊക്കെ ഡോക്ടർമാരൊക്കെ നമുക്ക് പറഞ്ഞു കേൾക്കാലോ. അങ്ങനെ ജീവൻ പോകുന്ന സമയത്ത് അതിന്റെ രക്തങ്ങളൊക്കെ ആ മാംസത്തിൽ ഉണ്ടാവില്ല, പിന്നെ രക്തം ഉണ്ടാവില്ല ജീവൻ പോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ രക്തം വാർന്നു പോകണം, ഒലിച്ചു പോകണം എന്നത്രേ. അങ്ങനെയുള്ള ജീവികളെ, അങ്ങനെയുള്ള മാംസമാണ് അത്രേ തിന്നാൻ പറ്റുക. അല്ലാതെ രക്തം അതിൽ തന്നെ, ആ മാംസത്തിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ആ രീതിയിൽ. അതുകൊണ്ടാണ് ജീവൻ പോയതിനെ അറുക്കാതെ ജീവൻ പോയതുണ്ടാവും, അതിനൊന്നും തിന്നാൻ പാടില്ല എന്ന് ഇസ്ലാം നിശ്ചയിക്കാൻ കാരണം. പിന്നെ ജീവൻ പോകുന്നതിന്റെ മുമ്പ് അതിന്റെ രക്തമൊക്കെ വാർന്ന് ഒലിച്ചു പോകണം. ആ രക്തം പോകാനും അതിന്റെ ജീവൻ പോകാനും ഏറ്റവും നല്ലത് അതിന്റെ കഴുത്തിൽ ഹൽക്കിന്റെ ഭാഗത്ത് നിന്ന് അറുത്ത് അതിന്റെ പിന്നെ ജീവനാഡിയൊക്കെ പിന്നെ അന്നനാളമൊക്കെ മുറിയുന്ന രീതിയിൽ ആകുമ്പോൾ വളരെ പെട്ടെന്ന് അതിന്റെ ജീവൻ പോകും. ഒരു പ്രയാസമില്ലാതെ പിന്നെ അതിന്റെ നമുക്ക് പിന്നെ മാംസം പിന്നീട് ഭക്ഷിക്കാനും കഴിയും. ആ രീതിയിലാണ് ഇസ്ലാം അത് കാണുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ ഒക്കെ പറയുന്നതും. ഇതിനെ പിൻപറ്റിക്കൊണ്ടാണ് മഹാന്മാരായ ഫുഖഹാക്കൾ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതും. ഏതായാലും ശരി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ആ രംഗത്ത് പോലും എന്താ ഇവിടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യ പറ്റുള്ള അല്ലെങ്കിൽ മനസ്സിൽ അല്പമെങ്കിലും ദയയുള്ള അലിവുള്ള ഒരു മനുഷ്യന് സാധാരണഗതിയിൽ ഇത് ഒരു ക്രൂരമായ, ഏത് രംഗത്താണെങ്കിലും ശരി, ഒരു ക്രൂരമായ ചെയ്തികൾക്ക്, പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഒരു സൽസ്വഭാവിയായ ആൾക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എന്ന് ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടും മനുഷ്യേതര ജീവികളോട് മാത്രമല്ല, ജീവികൾ അല്ലാത്ത മറ്റു വസ്തുക്കളോടൊക്കെയും നന്മ കാണിക്കുന്ന, സ്നേഹത്തോടെ പെരുമാറുന്നവരുടെ കൂട്ടത്തിൽ
നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ നാം പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവുകൾ സംഭവിച്ചു പോകുന്നെങ്കിൽ ഹദീസുകളാണ്. അപ്പൊ അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പറഞ്ഞതിനെക്കാട്ടൊക്കെ എത്രയോ വ്യാപകമായിട്ട് ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. നമ്മൾ പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്ന ചെറിയ ചില വിശകലനങ്ങൾ മാത്രമാണ്. അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ ആ ഹദീസിൽ അർത്ഥവ്യാപ്തി ഉണ്ടാവും. നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങിച്ചെല്ലാൻ ചിലപ്പോൾ കഴിഞ്ഞോളണം എന്നില്ല. എന്റെ കാര്യം പറഞ്ഞത്, നമ്മൾ ആ വല്ലാത്ത ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നൊന്നും പറയാനുള്ള യോഗ്യത ഒന്നും നമുക്കില്ല. എന്നാൽ കൂടി നമുക്ക് ചെറിയ രീതിയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു എന്ന് മാത്രം. അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കൂടായികയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ ഉസ്താദുമാർ ഉണർത്തി തന്നാൽ അൽഹംദുലില്ലാ സ്വാഗതാർഹമാണ്. അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോകുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈ മാപ്പ് നൽകുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ പരിശുദ്ധ ശഅബാൻ മാസത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്ത പുണ്യമായ മാസങ്ങളിൽപ്പെട്ട മാസമാണ്. അല്ലാഹു ശഅബാനിൽ ബർക്കത്ത് വാരിക്കോരിച്ചൊരിയുമ്പോൾ ആ ബർക്കത്ത് ലഭിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വന്യരായ ഉസ്താദന്മാരെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹുവിന്റെ ബർക്കത്ത് ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ വളരെ അടുത്ത് വരികയാണ്. ആ റമളാനിലെ സന്തോഷത്തോടുകൂടെ വരവേൽക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ നമ്മൾ പറഞ്ഞത് കേട്ടത് എല്ലാം സ്വാലിഹായ അമലായി കൈനിറയെ കൂലി വാങ്ങാൻ കഴിയുന്ന സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ.